ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ SG ചോപ്പർ. ഇന്ന് തൊട്ട് നമ്മൾ ഒരു പുതിയ വാക്ക് ത്രൂ തുടങ്ങാൻ പോവുകയാണ്. ഗെയിം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൈ എന്ന് പറയുന്ന ഗെയിമാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ വളരത്തുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു അവർ അപ്പം നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് കിടക്കാം. നമ്മുടെ ഗെയിം ഇവിടെ നിന്നാണ് സ്റ്റാർട്ടാകുന്നത്. ആദ്യമേ നമുക്ക് ടൈറ്റിലൊക്കെ കാണിക്കുന്നുണ്ട്. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഉണ്ട്. അത് എല്ലാവർക്കും കേൾക്കാൻ പറ്റുമോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. അപ്പം നമ്മുടെ ഗെയിം ഏതാണ്ട് സ്റ്റാർട്ടാകുകയാണ്. ഒത്തിരി വലിയ സ്റ്റോറി ഒന്നുമില്ല ഈ ഗെയിമിന്. അത്ര വലിയ സ്റ്റോറി ഇല്ലെങ്കിലും ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും ഒരു ഗംഭീര ഗെയിമാണ് സ്കൈ. ഒരുപാട് പേര് കളിച്ചിട്ടുണ്ട്, അതെനിക്കും അറിയാം. എങ്കിലും നമ്മൾ ഇതിൻ്റെ ഒരു വാക്ക് ത്രൂ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഈ പറന്നു വരുന്നതാണ് നമ്മുടെ ക്യാരക്ടർ. ഇവിടെങ്ങും നമുക്കൊരു പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇതൊരു കട്ട് സീനാണ്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമുക്ക് കേൾക്കാറുണ്ട്. വ്യൂ ഒക്കെ കണ്ടു ഗൈസ്, നല്ല OP ആയിട്ടുള്ള വ്യൂ. നമുക്കിനി അറിയാനുള്ളത് ഇതിൻ്റെ സ്റ്റോറിയാണ്. സ്റ്റോറി ഇപ്പോഴേ തുടങ്ങില്ലായിരിക്കും, എനിക്ക് വലിയ പിടുത്തമില്ല. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്നത്. ഓ, വാട്ട് എ ക്വാളിറ്റി. അപ്പോൾ ഈ ഗെയിമിനെ പറ്റി അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാലേ എനിക്കത് മനസ്സിലാവത്തുള്ളൂ. കാരണം എനിക്ക് വലിയ പിടുത്തമില്ല ഈ ഗെയിമിനെ പറ്റി. ഓ, വാട്ട് എ ക്വാളിറ്റി വാസ് ദാറ്റ്. ഓ, മിന്നലൊക്കെ കാണിക്കുന്നു, കൊള്ളാം. ഓ, അതെന്തോ. ഓ, നമ്മുടെ ഗോൾഡൻ കളർ ചേഞ്ച് ആവുന്നു ഗൈസ്. ബ്ലാക്ക് കളർ, ബ്ലാക്ക് മാറി. ഓ, ലൈറ്റ്നിങ് പോലെ നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ് ഗൈസ്. ഇപ്പോൾ എവിടോട്ടാണ് ചെല്ലുന്നത് നമുക്ക് നോക്കാം. ഓ, നമ്മൾ ഒരിടത്ത് വന്ന് ലാൻഡായി ഗൈസ്. ഇനിയും നമ്മൾ എനിക്കൊന്ന് സ്റ്റോറിയിലേക്ക് പോവുകയാണ്. ഫിയർ നോട്ട് ചൈൽഡ്, യു വിൽ ബീറ്റ് ദ ഡാർക്ക്നെസ്. ഓ, സ്റ്റോറി നമ്മൾ ഡാർക്ക്നെസ്സിനെ ബീറ്റ് ചെയ്യുന്നു. കൊള്ളാം, ഇഷ്ടപ്പെട്ടു എനിക്ക്. ഗുഡ് ഗെയിം. ഓ, നമുക്ക് കൺട്രോൾ പറഞ്ഞു തരികയാണ് ഡ്രാഗ് ചെയ്യാൻ. ഓ, പുറയിൽ എന്തോ സാധനം കാണിക്കുന്നുണ്ടല്ലോ. ഓ, നമുക്ക് ജോയിസ്റ്റിക്ക് വന്നു. ഓ, ജമ്പിങ് ബട്ടൺ വന്നു. നമുക്കിനി ജമ്പ് എന്തോ ക്ലിക്ക് ചെയ്യാൻ കാണിക്കുന്നുണ്ട്. എന്തോ അത് നോക്കാം. ഓ, ഒരു ക്യാൻഡിൽ. ഈ മിഡ് ഫ്ലെയിം ബേൺ വിത്ത് യു. ഒരു മൈറ്റ് ഫ്ലെയിം. നമ്മുടെ ഉള്ളിൽ ഒരു ഫ്ലെയിം ഉണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. കട്ട് സീനൊക്കെ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഓ, സ്വിച്ച് ചെയ്യാൻ. ഓ, നമ്മുടെ ഉള്ളിലേക്ക് ആ ക്യാൻഡിലിനെ കയറ്റി. ഓ, അത് ബേൺ ചെയ്ത്. എനിക്കിഷ്ടപ്പെട്ടു. ആനിമേഷൻ ഈസ് എ ഗുഡ് തിങ്. ഇനി എന്തുവാണ് നമ്മൾ ചെയ്യേണ്ടത്?
അവർ വാനിഷ്ഡ് ലോങ് എഗോ. ഓ, ഇവിടെ ഒരു സിമ്പിൾ കാണിച്ചു. ഓ, ആ ക്യാൻഡിൽ അവിടെ വെച്ചപ്പോൾ ആ സാധനം തിളങ്ങാൻ തുടങ്ങി. ഓ, വാട്ട് എ ബ്യൂട്ടിഫുൾ. നമ്മൾ ഒരാളെ ആ പ്രതിമയിൽ നിന്ന് ജീവിപ്പിച്ചെടുത്തു ഗൈസ്. ഇതാരാന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ക്യാൻഡിൽ കാണുമ്പം എന്തോ പെട്ടെന്ന് അതിന് ഓർമ്മ വന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അത് നമ്മളെ വിളിക്കുന്നു ഇങ്ങോട്ടോ പോവാൻ. നമുക്ക് എന്തായാലും ഫോളോ ചെയ്യാം. ഓ കൈ കൊടുക്കാൻ അത് കൊള്ളായിരുന്നു. കൈ കൊടുത്ത് ഒരുമിച്ച് പോകുന്നു. ഓ, അവിടെ എന്തോ സിമ്പിൾ കാണിച്ചു നമുക്ക്. ഓ, നമ്മളതിന് അതിൽ ആ ക്യാൻഡിൽ വെച്ചു ഗൈസ്. ആ ഡോറപ്പം തിളങ്ങാൻ തുടങ്ങി. ആ ഡോർ ഓപ്പൺ ആവുന്നു. ഓ, ഡോറിനപ്പുറത്ത് വേറൊരു വേൾഡോ. എനിക്ക് ഗെയിമിനെ പറ്റി കറക്റ്റ് അറിഞ്ഞുകൂടാ. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് പോരായ്മകളൊക്കെ മാറ്റാം. ഒരു റെഫ്യൂജി ലോസ്റ്റ് ആയിട്ടുണ്ട്. ഓ, ടാപ്പ് ടു ഇൻട്രാക്ട്. ഓ, ഓക്കെ, നമുക്ക് പോകേണ്ട സ്പോട്ടാണ് ഗൈസ്. ആ ലൈറ്റ് കാണിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. ഓ, ഇപ്രാവശ്യം നമ്മൾ ആ കുട്ടിയുടെ കൈ പിടിച്ചു. നമുക്ക് അങ്ങോട്ട് പോകണം. ടാപ്പ് യുവർ. ഓക്കെ, നമ്മൾ ലോസ്റ്റ് ആവുകയാണെങ്കിൽ ലൈറ്റ് ടാപ്പ് ചെയ്താൽ മതി. നമ്മുടെ വടി റിവീലാവുമെന്ന്. ഓ, ആ ക്യാൻഡിൽ വെച്ച് തന്നെ നമ്മൾ മുമ്പ് ഈ കുട്ടി ഇത് ചെയ്തുകൊണ്ട് തന്നെ ഇതും മെൽറ്റ് ചെയ്യുന്നു. വാട്ട് എ സീൻ. ഓക്കെ, നമ്മളിത് മൊത്തം മെൽറ്റ് ചെയ്യണം ഗൈസ്. ഓ, ഒരു കട്ട് സീൻ പ്രതീക്ഷിക്കുന്നു. ഒരു ഗുഡ് കട്ട് സീൻ നമുക്ക് കാണുന്നു. ഓ, ആ കുട്ടി ആ പ്രതിമയിൽ നിന്ന് മാറിയ ആളുടെ കൂടെ പോയി. എനിക്ക് തോന്നുന്നു നമ്മൾ ആ കുട്ടിയുടെ പുറകിന് പോകണം. യെസ്. ഓ, അൺകവർ അവർ ഡാർക്ക് കിങ്ഡം, റീസ്റ്റോർ വിത്ത് യുവർ ഫ്ലെയിം. ഓ, ഈ കിങ്ഡത്തിനെ ഒരു ഡാർക്ക്നെസ് ക്യാപ്ചർ ചെയ്ത് വെച്ചേക്കുവാണ്. ആ ഡാർക്ക്നെസ്സിനെ നമ്മുടെ ക്യാൻഡിൽ വെച്ച് നമ്മുടെ പവർ യൂസ് ചെയ്ത് നമ്മൾ ഡാർക്ക്നെസ്സിൽ നിന്നും വെളിയിലെടുക്കണം. എറർ കമ്മ്യൂണിറ്റി കുഡ് നോട്ട് കണക്ട്. റിട്ടേൺ. ഓക്കെ, എന്തോ ഒരു സെർവർ ഇഷ്യൂ വന്നതാണ് ഗൈസ്. എന്താണെന്നറിയില്ല. നമ്മുടെ മെയിൻ ജോബെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിലെ എല്ലാവരെയും പഴയത് കൂട്ടാക്കുക എന്നതായിരിക്കും. അത് എന്തോ അവിടെ ചെയ്യുന്നുണ്ട്. കട്ട്സിങ് കംപ്ലീറ്റ് ആകുമ്പോൾ സോഫ് ചെയ്യൂ. എന്തത്?
നമ്മളോട് അതൊന്നും ഇരിക്കാൻ പറഞ്ഞ അതിൽ. ഓ, നമ്മുടെ മുടി, ഹെയർ സ്റ്റൈൽ, നമ്മുടെ ക്യാരക്ടറിനെ കസ്റ്റമൈസ് ചെയ്യുന്നു. എനിക്ക് ആദ്യത്തെ മുടി തന്നെ ഇഷ്ടപ്പെട്ടത്. ഇല്ല, വേണ്ട, ഈ മുടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കേ, നമ്മളിവിടെ നിന്ന് പോവാന്ന് തോന്നുന്നു ഗൈസ്. ഓ, ഫസ്റ്റ് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു ഗൈസ്. നമ്മളിനി പുറത്തേക്ക് പോവുകയാണ്. ഇനി നമുക്ക് മറ്റേ ബോയ് അവിടെ ഇരിക്കുന്നു. ഇൻട്രാക്ട്, നമുക്ക് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇൻട്രാക്ട് എന്നുള്ള. അപ്പോൾ നോക്കാം നമ്മുടെ അടുത്ത മിഷൻ. ഓക്കെ, ദാറ്റ് ഈസ് എ സീനറി ഗൈസ്. എന്തോ ഒരു ടെമ്പിള് കൂട്ടത്തെ സാധനമാണെന്ന് തോന്നുന്നു. അത് ലൈക്ക് യു അവർ ചൈൽഡ്, ദിസ് ജേർണി ഈസ് യുവർ ടു ഷെയർ. നമുക്ക് ആ ഷ്രൈനിലേക്ക് പോകാം ഗൈസ്. ഷ്രൈൻ, ഓക്കെ. നമ്മുടെ നെക്സ്റ്റ് മിഷനിൽ ഇതായിരിക്കും. ഓക്കെ, എന്തോ ക്യാൻഡിൽ കളക്ട് ചെയ്യണം ഗൈസ്. ഓക്കെ, ആ ക്യാൻഡിൽ കളക്ട് ചെയ്തു. ബേൺ. നമ്മുടെ ക്യാൻഡിൽ കൊണ്ട് അതിനെ ബേൺ ചെയ്യുക. എന്നിട്ട് അടുത്ത ക്യാൻഡിൽ എടുക്കുക. അടുത്തതും ആ ക്യാൻഡിൽ തന്നെ ഇത് ചെയ്യണമായിരിക്കും. ഓക്കെ, ബേൺ. നമുക്ക് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഗൈസ്. ഇതിൻ്റെ കട്ട് സീൻസൊക്കെ കൊള്ളാം, നല്ല കട്ട് സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ലാസ്റ്റ് ക്യാൻഡിലും കൂടെ കത്തിക്കണമായിരിക്കും. ഓക്കെ, ഇവിടുത്തെ എല്ലാ ആ ഒരു ഷ്രൈൻ നമ്മൾ ക്യാൻഡിൽ കത്തിച്ചപ്പം ബാക്കിയുള്ള എല്ലാം ആക്ടിവേറ്റ് ആയി ഗൈസ്. ഇത്ര നേരം ഡാർക്ക്നെസ് ആയിരുന്ന സ്ഥലം നമ്മൾ ലൈറ്റ് വരുത്തി ഗൈസ്. നൈസ് കട്ട് സീൻ ഗൈസ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. ഓക്കെ, റൈവൽ വില്ലേജ് അല്ല, അവൈലബിൾ വില്ലേജ്. നമുക്ക് ഹിഡൻ റെഫ്യൂജി. നമ്മുടെ ഒരു ക്ലോൺ. ഓക്കെ, നമുക്ക് പുതിയ മിഷൻ വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇല്ലേ ഒരുപാട് ലെങ്ത് ആവും. അതുകൊണ്ടാണ് നമുക്ക് അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരും. മിക്കവാറും എപ്പിസോഡ് അടുപ്പിച്ച് വരാൻ സാധ്യത കുറവാണ് ഗൈസ്. കാരണം എനിക്ക് ക്ലാസ്സുകളും അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൂട്ടിയിരിക്കും അടുത്ത എപ്പിസോഡ് വരുന്നത്. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.